സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ അനുപല്ലവി. അനുരാഗ് പെട്ടെന്ന് തല തിരിച്ചു നോക്കി. ഭാഗ്യത്തിന് വാതിൽ അടച്ചിരിക്കുകയാണ്. പല്ലവി ഒന്നും കേട്ട് കാണുകയില്ല. എന്താണ് പൂജയുടെ ഉദ്ദേശം? അവൾ എന്തോ പദ്ധതി തയ്യാറാക്കിയാണ് വന്നിരിക്കുന്നത്. അതോ ഗുരുവായൂർ യാത്രാമോഹം പെട്ടെന്നുണ്ടായതായിരിക്കുമോ? പെട്ടെന്ന് വാതിൽ തുറന്ന് പല്ലവി മുറിയിലേക്ക് കയറി വന്നു. അല്ല, അനു ഉണർന്നോ? അവൾ ചോദിച്ചു. ദാ ഇപ്പോഴാണ്. അവനൊരു വിളറിയ ചിരി ചിരിച്ചു. സുഖമായി ഉറങ്ങിയോ? അവൾ വന്ന് അവൻ്റെ അടുത്ത് കിടക്കയിലിരുന്നു. ഇടയ്ക്കൊരു സ്വപ്നം കണ്ടു, അതാ ഉണർന്നു പോയത്. എന്തു സ്വപ്നം? അതൊരു ദുസ്വപ്നമായിരുന്നു. പറഞ്ഞ് നിന്റെ മൂഡ് കളയുന്നില്ല. അങ്ങനെ പെട്ടെന്നൊന്നും മൂഡ് ഓഫാകുന്ന സ്വഭാവമല്ല എൻ്റേത്. എപ്പോൾ വേണമെങ്കിലും അനുവിന് എന്ത് കാര്യവും എന്നോട് പറയാം. വീട്ടിൽ വെച്ച് ഞാൻ പല്ലവിയോട് പറഞ്ഞില്ലേ, അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയാണ് എന്നെ വളർത്തിയത്. ഒറ്റപുത്രൻ എന്ന വാത്സല്യം കാരണം അമ്മ എന്നെ ഒരു കാര്യത്തിലും നിയന്ത്രിക്കേണ്ടി വന്നിട്ടുമില്ല. കാരണം അമ്മയുടെ മുമ്പിൽ ഞാൻ സൽസ്വഭാവിയായ ഒരു മകനായിരുന്നു. അനുരാഗ് പറഞ്ഞു. ബാക്കിയുള്ള സമയത്ത് സൽസ്വഭാവി അല്ലായിരുന്നോ? കളിമട്ടിൽ അവൾ ചോദിച്ചു. വല്ലപ്പോഴും നല്ല കുട്ടിയായിരുന്നു ഞാൻ, ചിലപ്പോഴൊക്കെ ചീത്തക്കുട്ടിയും. പക്ഷേ ചീത്തക്കുട്ടിയെന്ന് ഗോപിയെങ്കിൽ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. കുസൃതിക്കുട്ടി എന്നാണ് എന്നെ വിളിച്ചിരുന്നത്. കാരണം എല്ലാറ്റിനും ഒത്താശ ചെയ്തു തന്നിരുന്നത് ഗോപിയെങ്കിലായിരുന്നു. മനസ്സിലായതുപോലെ അവൾ പറഞ്ഞു. അതെ. അവൾ മെല്ലെ തലകുലുക്കി. ഈ കുസൃതിക്കുട്ടി എന്തൊക്കെ കുസൃതികളാണ് ചെയ്തിട്ടുള്ളത്? അവൻ മനസ്സ് തുറക്കുമെങ്കിൽ കേൾക്കാൻ വേണ്ടിയാണ് പല്ലവി അങ്ങനെ ചോദിച്ചത്. ഒരുപാടുണ്ട്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഒന്നും ഓർക്കാൻ പോലും ഞാനിപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല, അവൻ പറഞ്ഞു. നിർബന്ധിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. ഞാനൊരു കാര്യം പറഞ്ഞാൽ അനു പിണങ്ങുമോ? അവൾ ചോദിച്ചു. എന്താണ്? അവൻ അറിയാതെയൊന്ന് ഞെട്ടി. കമ്പനിയിലെ കാര്യങ്ങൾ അച്ഛനോടോ അമ്മയോടോ ഒന്ന് സൂചിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്ന് എനിക്ക് തോന്നി. എന്ത് കാര്യങ്ങൾ? നമ്മുടെ സ്വിറ്റ്സർലൻഡ് യാത്ര മുടങ്ങിയതും ഡയമണ്ട് നെക്ലേസ് വാങ്ങാൻ കഴിയാതെ പോയതും. ഛേ, പറയണ്ടായിരുന്നു. പല്ലവി, അച്ഛനും അമ്മയ്ക്കും അത് വിഷമമുണ്ടാക്കി കാണും. അറിയേണ്ട കാര്യങ്ങൾ അവർ അറിയണം. അനു എൻ്റെ ഭർത്താവാണ്. എൻ്റെ ഭർത്താവിന് ദോഷമുണ്ടാക്കുന്ന ഏത് കാര്യത്തിലും ഇടപെടാൻ അവർക്ക് അവകാശമുണ്ട്. എന്തു പറഞ്ഞു അച്ഛനും അമ്മയും? ഉദ്യോഗത്തോടെ അനുരാഗ് ചോദിച്ചു. ഒന്നുമില്ല, അവർ അങ്ങോട്ടൊന്നും വരില്ല. അക്കാര്യത്തിൽ പേടി വേണ്ട. പക്ഷേ അനു കുറച്ചുകൂടി സീരിയസ് ആകണം. എന്ന് വെച്ചാൽ കമ്പനി കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. മാനേജർമാർക്ക് എല്ലാം വിട്ടുകൊടുക്കാൻ പറ്റില്ല, അവൾ പറഞ്ഞു. കുറേ നാളായി ഞാനും അതേക്കുറിച്ച് ആലോചിക്കാറുണ്ട്. പക്ഷേ അതൊക്കെ ഏറ്റെടുത്ത് നടത്താനും മാത്രമുള്ള ധൈര്യം എനിക്കില്ല. പല്ലവി അവനെ നോക്കി പുഞ്ചിരിച്ചു. മുമ്പ് അനു തനിച്ചായിരുന്നു, ഇപ്പോൾ ഒറ്റയ്ക്കല്ലല്ലോ. ഞാനുമില്ലേ. ധൈര്യമില്ലെന്ന് തോന്നൽ വേണ്ട. അനുരാഗ് അവളെ പ്രതീക്ഷയോടെ നോക്കി. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ? അവൻ ചോദിച്ചു. അതെ, അവൾ പറഞ്ഞു. അവർ പരസ്പരം കൈകുലുക്കി. പിറ്റേന്ന് അവർ ആലപ്പുഴയ്ക്ക് മടങ്ങി. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അനുരാഗ് ആ വിഷയം ഗായത്രി ദേവിയുടെ മുൻപിൽ അവതരിപ്പിച്ചത്. അമ്മേ, ഞാനിപ്പോൾ പേരിന് ഇടയ്ക്കൊക്കെ ഓഫീസിൽ ചെന്നിരിക്കാറുണ്ടെങ്കിലും അവിടെ നടക്കുന്ന ഒരു കാര്യവും ഞാൻ അറിയാറില്ല. എന്നെ അറിയിക്കാറുമില്ല. ഗായത്രി ദേവി അവനെ ഒന്ന് നോക്കി. ഗോപി അങ്കിളിനോട് സംസാരിക്കാം എന്ന് അമ്മ പറഞ്ഞതല്ലേ. ഇനി വച്ച് നീട്ടണ്ട. നിങ്ങൾ എവിടെയൊക്കെയോ യാത്ര പോകാൻ പ്ലാനില്ലേ? അത് കഴിഞ്ഞിട്ട് മതിയെന്ന് വിചാരിച്ച ഞാൻ, ഗായത്രി ദേവി പറഞ്ഞു. നീണ്ട യാത്രയൊന്നുമല്ലമ്മേ. ഇടയ്ക്ക് 1-2 ദിവസം. അത് ശനിയോ ഞായറോ ഒക്കെ മതി, പല്ലവി പറഞ്ഞു. അതിനെന്താ, ഞാൻ ഗോപിയോട് സംസാരിക്കാം. എന്തായാലും ഭാവിയിൽ എല്ലാം നോക്കി നടത്തേണ്ടത് നീയല്ലേ മോനെ. നിനക്ക് അതിനുള്ള ത്രാണി ഉണ്ടാവുന്നത് വരെ എല്ലാം കൈകാര്യം ചെയ്യാനാ ഗോപിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. അന്ന് രേഖാമൂലം എന്തെങ്കിലും എഴുതി ഒപ്പിട്ട് കൊടുത്തോ അമ്മ? ബാങ്ക് ഇടപാട് നടത്താനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ അധികാരം കൊടുത്തുകൊണ്ട് ഒരു സമ്മതപത്രം വേണമെന്ന് പറഞ്ഞായിരുന്നു. വക്കീലിനെ കൊണ്ട് അതെല്ലാം എഴുതിച്ച് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുത്തായിരുന്നു. അമ്മ അത് വായിച്ചു നോക്കിയില്ലേ? പല്ലവി ചോദിച്ചു. വക്കീൽ ഭാഷയിൽ 4-5 പേജുകൾ ഉണ്ടായിരുന്നു. വായിച്ചു നോക്കിയെങ്കിലും എനിക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ആദ്യത്തെ കടലാസ് മാത്രമേ വായിച്ചുള്ളൂ. മുദ്രപത്രത്തിലായിരുന്നോ? അതെ. കോപ്പി അമ്മയുടെ കയ്യിലുണ്ടോ? തന്നില്ല. ബാങ്കിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. പല്ലവി ഒന്നും മിണ്ടിയില്ല. ഗോപിനാഥ് എന്തോ തിരിമറികൾ അന്നേ നടത്തി കാണുമെന്ന് അവൾക്ക് തോന്നി. എന്തെങ്കിലും കുഴപ്പമുണ്ടായി കാണുമോ മോളെ?
അവളുടെ മുഖഭാവം കണ്ട് ആശങ്കയോടെ ഗായത്രി ദേവി ചോദിച്ചു. അറിയില്ലമ്മേ, പക്ഷേ നമുക്ക് കണ്ടുപിടിക്കാം. ഗോപിയെ എനിക്കിതുവരെ അവിശ്വസിക്കേണ്ടി വന്നിട്ടില്ല. ഇതുവരെ എല്ലാം നല്ല നിലയിലാ പോയിട്ടുള്ളത്. കമ്പനി വളർന്നിട്ടേയുള്ളൂ. ഞാൻ ഓഫീസിൽ പോയി തുടങ്ങിയാൽ പല്ലവി ഇവിടെ ഇരുന്ന് ബോറടിക്കും. എന്റെ കൂടെ അവളും വരട്ടെ. വെറുതെ വരണ്ട. നമുക്ക് ഹോട്ടലും ബസ് സർവീസും കല്യാണ മണ്ഡപവും വേറെ പലതുമുണ്ടല്ലോ. ഏതിന്റെയെങ്കിലും ചുമതല അവൾക്കും കൊടുക്കട്ടെ, അനുരാഗ് പറഞ്ഞു. ഏതിന്റെയെങ്കിലും മാത്രം പോരാ. ഗോപിയുടെ സഹായിയായി പല്ലവി മോൾ ചെല്ലട്ടെ. അപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു പരിചയം കിട്ടുമല്ലോ. എന്താ മോളെ? ഗായത്രി ദേവി ചോദിച്ചു. കാര്യങ്ങൾ നേരെ ചൊവ്വയാണ് പോകുന്നതെങ്കിൽ ഗോപിയെങ്കിൽ അത് സമ്മതിക്കും. അല്ലെങ്കിൽ അവൾ പെട്ടെന്ന് നിർത്തി. അല്ലെങ്കിൽ ഓഫീസിന്റെ പടി ചവിട്ടാൻ അങ്കിൾ എന്നെ സമ്മതിക്കുകയില്ല. ഗായത്രി ദേവിയും അനുരാഗും പല്ലവിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്തോ ഉറച്ച തീരുമാനത്തോടെ അവർ ഇരുന്നു. ഒപ്പിട്ട് വാങ്ങുവാൻ ചില ചെക്കുകളുമായിട്ടാണ് മാനേജർ മദനഗോപാലൻ ആ സമയത്ത് ഗോപിനാഥിന്റെ മുറിയിലേക്ക് ചെന്നത്. ആരോടോ ഫോണിൽ സംസാരിച്ചിട്ട് മൊബൈൽ മേശപ്പുറത്തേക്ക് വെക്കുകയായിരുന്നു ഗോപിനാഥ്. മദനൻ ഇരിക്കൂ. ഉല്ലാസവാനായിരുന്നു ഗോപിനാഥ്. മദനഗോപാൽ എതിർവശത്തുണ്ടായിരുന്ന കസേരകളിൽ ഒന്നിലിരുന്നു. ഒപ്പിടാനാണോ? ഗോപിനാഥ് ചോദിച്ചു. അതെ. മദനഗോപാൽ കൊടുത്ത ചെക്കുകൾ വാങ്ങി പരിശോധിച്ചിട്ട് അയാൾ എല്ലാം ഒപ്പിട്ട് കൊടുത്തു. ഇന്ന് ഒരു 12 മണിയാകുമ്പോൾ ഞാൻ പുറത്തേക്കൊന്ന് പോകും, അയാൾ പറഞ്ഞു. സാധാരണ ഉച്ചയൂണ് ഓഫീസിലേക്ക് കൊണ്ടുവരികയാണ് പതിവ്, ജയന്തിയുടെ വീട്ടിൽ നിന്ന്. അത് കമ്പനിയിലെ എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യം. ഇന്ന് സാരംഗി മോളുടെ ബർത്ത്ഡേ ആണ്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ചെന്നില്ലെങ്കിൽ ആ കുട്ടി പിണങ്ങും, പുഞ്ചിരിയോടെ ഗോപിനാഥ് പറഞ്ഞു. ഗോപിനാഥിന്റെ മകളാണ് സാരംഗി എന്ന കാര്യവും അറിയാത്ത ആരുമില്ല. അയാൾ ഇന്ന് നല്ല മൂഡിലാണെന്ന് മദനഗോപാലിന് മനസ്സിലായി. 4-5 ദിവസമായി മനസ്സിൽ ദഹിക്കാതെ കിടക്കുന്ന ഒരു സംശയം ദൂരീകരിക്കാൻ ഇത് തന്നെയാണ് നല്ല അവസരം. സാറിനോട് ചോദിക്കണമെന്ന് പലവട്ടം വിചാരിച്ചതാ. പക്ഷേ എന്താണ്? അനുമോന്റെ ഹണിമൂൺ യാത്ര എന്താണ് തടഞ്ഞത്? അതുപോലെ മോൻ സെലക്ട് ചെയ്ത ഡയമണ്ട് നെക്ലേസ്. പെട്ടെന്ന് ഗോപിനാഥിന്റെ മുഖത്ത് നിന്ന് ചിരി മാഞ്ഞു. അതിന് തക്കതായ കാരണമുണ്ട് മദന. നമ്മൾ അതിലും വലിയ തുകകൾ അനുമോനു വേണ്ടി പലതവണ ചെലവാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് പിന്നെ? അവനു വേണ്ടി എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും നമ്മൾ ചെലവാക്കും. പക്ഷേ ശത്രു അവനല്ല, അവളാണ്. അവളോ? മദനഗോപാലിന് മനസ്സിലായില്ല. അതെ, അവന്റെ ഭാര്യ പല്ലവി. അതെന്തു പറ്റി സർ? നമ്മൾ വളരെ ശ്രമിച്ചിട്ടാണല്ലോ ആ കല്യാണം നടത്തിയത്. അവളോട് പ്രതികാരം ചെയ്യണമെങ്കിൽ അവളെ നമ്മുടെ കയ്യിൽ കിട്ടണം. അതിനുവേണ്ടിയാണ് അനുവിനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചത്. വിചിത്രമായ ആ സത്യം കേട്ട് മദനഗോപാൽ ഒന്ന് അമ്പരന്നു. എന്തു പ്രതികാരം സർ? ജഗന്നാഥൻ എന്തോ കുസൃതി പറഞ്ഞതിന് അവൾ കോളേജിൽ വെച്ച് അവനെ അപമാനിച്ചു എന്നുവെച്ചാൽ കുറേ കുട്ടികളുടെ മുന്നിൽ വെച്ച് അവൾ അവന്റെ കവിളത്തടിച്ചു. ഇതൊക്കെ ഇപ്പോഴാണ് സർ ഞാൻ അറിയുന്നത്. ജയന്തിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. പെറ്റമ്മയല്ലേ, അവളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ജയന്തി എന്നോട് പറഞ്ഞു. കേൾക്കുന്നവർക്ക് അവൾ ചെയ്തത് ചെറിയ കുറ്റമായിരിക്കാം. പക്ഷേ ജയന്തിക്ക് വേണ്ടി അവൾക്ക് വലിയ ശിക്ഷ തന്നെ ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ഇതൊക്കെ അതിന്റെ തുടക്കം മാത്രം. പക്ഷേ അനുമോൻ എന്തു പിഴച്ചു? അവളുടെ ജീവിതം ഞാൻ കുട്ടിച്ചോറാക്കും. അതുവരെ അനുവിനും ചിലതൊക്കെ അനുഭവിക്കേണ്ടി വരും. അവളെ കളഞ്ഞു കഴിഞ്ഞാൽ അവന് വേറെ നല്ല പെൺപിള്ളേരെ ഞാൻ കൊണ്ടുവന്നു കൊടുക്കും. മദനഗോപാൽ ഒന്നും പറഞ്ഞില്ല. അനു എപ്പോൾ പണം വേണമെന്ന് പറഞ്ഞാലും എന്നോട് ചോദിക്കാതെ കൊടുക്കരുത്, മനസ്സിലായോ? ശരി സർ. മദനഗോപാൽ എഴുന്നേറ്റ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ ജയന്തിയുടെ വിളി വന്നു. ഇറങ്ങാറായില്ലേ? 12 ആയതല്ലേ ഉള്ളൂ. അരമണിക്കൂറിനുള്ളിൽ വരാം, പോരെ? അയാൾ ചോദിച്ചു. മതി. ആരൊക്കെയുണ്ട്? നമ്മൾ 4 പേരും മാത്രം. അതാണ് നല്ലത്. അരമണിക്കൂർ ആകാൻ കാത്തു നിൽക്കാതെ ഗോപിനാഥ് ഓഫീസിൽ നിന്നും ഇറങ്ങി. ഇടയ്ക്ക് അയാൾ കാറിൽ വെച്ച് ജുബയുടെ പോക്കറ്റിൽ കൈയിട്ട് നോക്കി. ഉണ്ട്, എടുക്കാൻ മറന്നിട്ടില്ല. സാരംഗിക്ക് ഇന്ന് 17 വയസ്സ് തികയുന്നു. അയാൾ ചെന്നപ്പോൾ ജയന്തിയും ജഗന്നാഥനും സാരംഗിയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പട്ടുസാരിയിലായിരുന്നു ജയന്തി. പട്ടുപാവാടയും ബ്ലൗസും ധരിച്ച സാരംഗി. ജഗന്നാഥന്റെ വേഷം ഷർട്ടും ധോത്തിയും. 3 പേരും അമ്പലത്തിൽ പോയിരുന്നു. നെറ്റിയിൽ പ്രസാദം. മോളിങ്ങു വരൂ. അയാൾ വാത്സല്യത്തോടെ സാരംഗിയെ വിളിച്ചു. അവൾ പുഞ്ചിരിയോടെ അയാളുടെ അടുത്തേക്ക് ചെന്നു. അയാൾ ജുബയുടെ പോക്കറ്റിൽ നിന്ന് ചതുരാകൃതിയിലുള്ള ഒരു ജൂവൽ ബോക്സ് എടുത്ത് അവൾക്ക് സമ്മാനിച്ചു. ഹാപ്പി ബർത്ത്ഡേ. സാരംഗി കൗതുകത്തോടെ ബോക്സ് വാങ്ങി തുറന്നു നോക്കി. നക്ഷത്രം പോലെ തിളങ്ങുന്ന
വെള്ള വൈരക്കല്ല് പതിച്ച മൂക്കുത്തിയാണ് അതിലുണ്ടായിരുന്നത്. താങ്ക് യു അങ്കിൾ. അവൾ സന്തോഷത്തോടെ അയാളുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. നോക്കട്ടെ മോളെ. ജയന്തി ആ മൂക്കുത്തി വാങ്ങി നോക്കി. അവൾക്കും അത് വളരെ ഇഷ്ടപ്പെട്ടു. സെലക്ഷൻ ഒന്നാം തരം. അവൾ അയാളെ അഭിനന്ദനപൂർവ്വം നോക്കി. അയാൾ പുഞ്ചിരിച്ചതേയുള്ളൂ. എന്റെ ബർത്ത്ഡേക്ക് എന്താണ് അങ്കിൾ വാങ്ങിത്തരാൻ പോകുന്നത്? ജഗന്നാഥൻ ചോദിച്ചു. നീ പറഞ്ഞാൽ മതി, അത് ഞാൻ മേടിച്ചു തരും. എനിക്കൊരു കാർ മതി. മോഡൽ ഞാൻ പറയാം. ഏറ്റു. ഡൈനിങ് ടേബിളിൽ തളിർ വാഴയിലയിട്ട് 4 പേർക്കും സദ്യ വിളമ്പി. സഹായത്തിന് ജോലിക്കാരി സ്ത്രീ ഉണ്ടായിരുന്നു. 2 തരം പായസം കൂട്ടി അവർ ചോറുണ്ടു. ഭക്ഷണം കഴിച്ച ശേഷം ഗോപിനാഥ് സ്വീകരണ മുറിയിൽ അല്പനേരം വിശ്രമിച്ചു. പോകാൻ ധൃതിയില്ലല്ലോ? ജയന്തി വന്ന് ചോദിച്ചു. പോണം, അയാൾ പറഞ്ഞു. പിള്ളേര് 2 പേരും ഇപ്പോൾ മുകളിലേക്ക് പോകും. അർത്ഥം വെച്ച് അവൾ പറഞ്ഞു. നിനക്ക് എങ്ങനെ അറിയാം? അവർ തീരെ ചെറിയ കുട്ടികളല്ലല്ലോ. അവർ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. നീ ഇവിടെ ഇരിക്കെ, അയാൾ പറഞ്ഞു. ജയന്തി അയാളുടെ അടുത്ത് സെറ്റിയിലിരുന്നു. മോളുടെ മൂക്ക് കുത്തിക്കണ്ടേ? അയാൾ ചോദിച്ചു. നാളെയാകട്ടെ, പിറന്നാളായിട്ട് നോവിക്കണ്ട, അവൾ പറഞ്ഞു. അവൾക്ക് നല്ല ചേർച്ചയായിരിക്കും മൂക്കുത്തി. എന്നേക്കാൾ ഇഷ്ടം മോളെയെ അല്ലേ? പരിഭവം ചേർത്ത് സ്നേഹത്തോടെ ജയന്തി ചോദിച്ചു. മറുപടി പറയാതെ ഗോപിനാഥ് ചിരിച്ചതേയുള്ളൂ. അപ്പോഴാണ് അയാളുടെ മൊബൈലിൽ ഗായത്രി ദേവിയുടെ വിളി വന്നത്. ഗോപി എവിടെയാ? ഓഫീസിലാണോ? അല്ല, പുറത്താ എടുത്തി, അയാൾ പറഞ്ഞു. എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ ഫ്രീയാ, സംസാരിക്കാമല്ലോ. ഒരു പ്രധാന കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. പറ ഏട്ടത്തി. അനുവിന്റെ കാര്യമാ. ഇതുവരെ അവൻ കുട്ടിക്കളിയുമായി ഒരു ഉത്തരവാദിത്ത ബോധമില്ലാതെ നടക്കുവല്ലായിരുന്നോ? ഇനി അവനെ ഇങ്ങനെ കയറുരി വിടുന്നത് ശരിയാണോ? ആ ചോദ്യത്തിന് പിന്നിൽ പലതും അടങ്ങിയിട്ടുണ്ടെന്ന് ഗോപിനാഥന് മനസ്സിലായി. ഏട്ടത്തി എന്താണ് ഉദ്ദേശിക്കുന്നത്? കല്യാണം കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും അവൻ ജീവിതത്തെ സീരിയസ് ആയിട്ട് കാണണം. കമ്പനിയുടെ നടത്തിപ്പിൽ അവനെ കൂടി ഗോപി പങ്കെടുപ്പിക്കണം. ഒരു ട്രെയിനിങ് കിട്ടട്ടെ. എത്രയോ വർഷമായി ഗോപി കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. ഇനി കുറച്ച് വിശ്രമമൊക്കെ വേണ്ടേ? വേണം. ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. ജയന്തി എല്ലാം കേട്ട് അയാളുടെ അടുത്തിരുന്നു. പല്ലവി മോൾ ഇവിടെ വീട്ടിൽ വെറുതെ ഇരുന്നാൽ അവൾക്ക് വല്ലാതെ ബോറടിക്കും. അതുകൊണ്ട് അവളും വന്നോട്ടെ. വന്നോട്ടെ, അയാൾ പല്ലുകൾ കടിച്ചു പിടിച്ചു. അവളെ ഗോപിയുടെ അസിസ്റ്റന്റായി നിർത്തിക്കോ. അപ്പോൾ എല്ലാ കാര്യവും പഠിക്കാൻ പറ്റുമല്ലോ. അതിനെന്താ? സന്തോഷമേ ഉള്ളൂ, അയാൾ പറഞ്ഞു. നാളെ മുതൽ വിടട്ടെ? 2 ദിവസം കൂടി കഴിഞ്ഞു മതി. നാളെ ഞാൻ കോയമ്പത്തൂർ വരെ പോകുന്നുണ്ട്. വന്നിട്ടാവട്ടെ. ശരി, അത് മതി. ഗായത്രി കോൾ കട്ട് ചെയ്തു. എന്താ സാർ? അയാളുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞത് കണ്ട് ജയന്തി ചോദിച്ചു. ഇതുവരെ പിന്നിൽ നിന്നുകൊണ്ടായിരുന്നു കളി. ഇനി മുതൽ മുഖാമുഖമാണ്. ചില തയ്യാറെടുപ്പുകൾ നടത്താനുണ്ട്. ഞാൻ ഇറങ്ങുകയാണ്. ഗോപിനാഥ് അപ്പോൾ തന്നെ യാത്ര പറഞ്ഞ് കാറിൽ കയറിപ്പോയി. അത്ര നല്ലതല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണെന്ന് അപ്പോൾ ജയന്തിയുടെ മനസ്സ് അവളോട് പറഞ്ഞു. മനസ്സ് പറഞ്ഞിട്ടുള്ളതൊന്നും തെറ്റിയിട്ടില്ലെന്ന് ഓർത്തപ്പോൾ അവൾ അറിയാതെ ഒന്ന് ഞെട്ടി. പൂജ അവളുടെ മുറിയിൽ ഇരുന്നു കൊണ്ട് അനുരാഗുമൊത്തുള്ള സെൽഫി കണ്ട് രസിക്കുമ്പോഴാണ് വാതിലിൽ ആരോ മുട്ടിയത്. അവൾ ചെന്ന് വാതിൽ തുറന്നു. പ്രതീക്ഷിച്ചതുപോലെ ശാരദയായിരുന്നു. എന്താ ആന്റി? മണി 7:30, ശാരദ പറഞ്ഞു. ഓ, സമയം അത്രയായോ? ഞാനിതാ വരുന്നു. ശാരദ പോയി. എന്നും രാത്രി 7:30 ഡോക്ടർ രാമദാസ് അത്താഴം കഴിക്കും. 2 ചപ്പാത്തി, കുറച്ച് കഞ്ഞി, മുളപ്പിച്ച പയർ കൊണ്ടു വെച്ച തോരൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പച്ചക്കറി വിഭവം. 7:30 അത്താഴം കഴിക്കാൻ നിർബന്ധിതയായി പൂജയും അവൾ സ്റ്റെയർകേസ് ഇറങ്ങി താഴേക്ക് ചെന്നു. കുളി കഴിഞ്ഞ് നെറ്റിയിൽ തൊട്ട ഭസ്മക്കുറിയുമായി ഡോക്ടർ രാമദാസ് ഇരിക്കുന്നുണ്ടായിരുന്നു. വെളുത്ത് മെലിഞ്ഞ ആ 60-കാരൻ. തൂവെള്ള വസ്ത്രം മാത്രമേ എപ്പോഴും ധരിക്കൂ. വാ ഇരിക്കെ, അവളെ കണ്ട് അയാൾ പറഞ്ഞു. മേശയുടെ എതിർവശത്തുള്ള കസേരയിൽ അവൾ ഇരുന്നു. പുതിയ വിവരം വല്ലതും കിട്ടിയോ? അയാൾ ചോദിച്ചു. ഇല്ല ഡോക്ടർ, പക്ഷേ അവളെ പരിചയമുണ്ടായിരുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ സാധിച്ചു. പക്ഷേ കൂടുതൽ ഇൻഫർമേഷനൊന്നും അയാൾക്ക് തരാൻ കഴിഞ്ഞില്ല, അവൾ പറഞ്ഞു. കാണാതായ ഒരു കൂട്ടുകാരിയെ അന്വേഷിച്ചു വന്നതാണെന്നാണ് അവൾ രാമദാസിനോട് പറഞ്ഞിരുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പോയി നോക്കിയാലോ? അവർക്ക് ചിലപ്പോൾ പൂജയെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. നാളെ ആ വഴിക്കൊന്ന് നീങ്ങാനാണ് പ്ലാൻ. സംസാരിച്ചുകൊണ്ടാണ് അവർ ഭക്ഷണം കഴിച്ചത്. വീണ്ടും അവൾ മുറിയിലെത്തി. വാതിലടച്ചിട്ട് മൊബൈലെടുത്ത് അനുരാഗിന്റെ ഫോട്ടോ നോക്കിയിരുന്നു. പെൺകുട്ടികളെ ആകർഷിക്കുന്ന എന്തോ ഒന്ന് അവന്റെ കണ്ണുകളിലുണ്ട്. അവൾ അനുരാഗിന്റെ നമ്പർ എടുത്ത് അവനെ വിളിച്ചു. അവൻ പെട്ടെന്ന് കോൾ എടുത്തു. ഹലോ,
ഹലോ അനുരാഗ്, മൂവാറ്റുപുഴയിലാണോ അതോ ആലപ്പുഴയിലോ? ഉച്ച കഴിഞ്ഞ് തിരിച്ചെത്തി. അവന്റെ സ്വരത്തിൽ നേരിയ പരിഭ്രമമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഭാര്യ അടുത്തെവിടെയെങ്കിലും കാണും. ഗുരുവായൂർ യാത്ര നമുക്ക് ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കാം. എനിക്ക് നാളെ വീട്ടിലേക്കൊന്ന് പോണം, ഒരു എമർജൻസി, അവൾ പറഞ്ഞു. എവിടെയാണ് പൂജയുടെ വീട്? ആശ്വാസത്തോടെ അവൻ ചോദിച്ചു. പള്ളിക്കൽ എന്ന് പറയും. കായംകുളത്തിന് അടുത്താണ്. അമ്മയ്ക്ക് ലിവറിന്റെ പ്രോബ്ലം ഉണ്ട്. ട്രാൻസ്പ്ലാന്റേഷനു വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. യോജിച്ച ഒരു ഡോണറെ കിട്ടിയിട്ടുണ്ടെന്ന് കുറച്ചു മുമ്പ് മെസ്സേജ് വന്നു, അവൾ പറഞ്ഞു. നാളെ എപ്പോഴാണ് പോകുന്നത്? രാവിലെ പോകും. ട്രാൻസ്പ്ലാന്റേഷന് ഹോസ്പിറ്റലിൽ ഏതാണ്ട് 35 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് അറിഞ്ഞത്. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ട് 25-നടുത്ത് ഒപ്പിക്കാനേ കഴിഞ്ഞുള്ളൂ. അവൾ വിളിച്ചതെന്തിനാണെന്ന് അനുരാഗിന് പെട്ടെന്ന് മനസ്സിലായി. ഒരു 10 ലക്ഷം രൂപ കടമായി തന്ന് സഹായിക്കാമോ? 6 മാസത്തെ കാലാവധി തരണം. നാട്ടിൽ കുറച്ച് ഭൂമിയുണ്ട്. വിറ്റാൽ 75 ലക്ഷമെങ്കിലും കിട്ടും. അത് വിൽക്കാനുള്ള സാവകാശമാണ്. 6 മാസം. ഇപ്പോൾ എനിക്കൊന്നും പറയാൻ കഴിയില്ല. നാളെ ഓഫീസിൽ ചെന്ന് ചോദിച്ചിട്ട് വിവരം പറയാം, അവൻ പറഞ്ഞു. അത് മതി. ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇപ്പോൾ തന്നെ വാട്സപ്പിൽ അയക്കാം. ശരി. അനുരാഗ് എന്നെ സഹായിച്ചാൽ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പു തരാം. പ്രസീതയെക്കുറിച്ചുള്ള എൻ്റെ അന്വേഷണം ഞാൻ അവസാനിപ്പിക്കും. അവൾ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. ഞാൻ എന്തിനു വെറുതെ? താങ്ക്സ് പൂജ. നാളെ ഉച്ചയോടെ ഞാൻ വിളിക്കാം. സംസാരം അവസാനിപ്പിക്കാനായിരുന്നു അവന് തിടുക്കം. പല്ലവി ഇത് വല്ലതും കേട്ടുകൊണ്ട് വന്നാൽ? പിറ്റേന്ന് രാവിലെ RK അസോസിയേറ്റ്സിന്റെ ഓഫീസിൽ നിന്ന് പൂജയെക്കുറിച്ച് അവൻ ഗോപിനാഥിനോട് പറഞ്ഞു. അയാൾ എല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്നു. അവൾ പ്രസീതയുടെ കൂട്ടുകാരി തന്നെയാണോ? സംശയത്തോടെ അയാൾ ചോദിച്ചു. അതെ, ഞാനും പ്രസീതയും കൂടിയുള്ള കുറെ ഫോട്ടോകൾ പൂജയുടെ കയ്യിലുണ്ട്. പ്രസീത അവൾക്ക് അയച്ചു കൊടുത്തത്. 10 ലക്ഷം കൊടുത്താൽ അവൾ ഒഴിഞ്ഞു പോകുമോ? പോകുമെന്നാണ് പറഞ്ഞത്. ശരി, 2 ദിവസത്തെ താമസം വരുമെന്ന് അവളോട് പറ. കഴിയുന്നത്ര നീട്ടിക്കൊണ്ടു പോകണം. വേറെന്തെങ്കിലും വഴിയുണ്ടോ അവളെ ഒഴിവാക്കാൻ എന്ന് നോക്കണം. അനുരാഗ് അത് കേട്ട് ഞെട്ടി. അയ്യോ വേണ്ട അങ്കിൾ, അവളെ ഇല്ലായ്മ ചെയ്യണ്ട. അത് നമുക്ക് തന്നെ ദോഷമായി തീരും, അവൻ പറഞ്ഞു. എന്തായാലും മിട്ടുമോൻ ഇപ്പോൾ പോ. അങ്കിൾ ഒന്ന് ആലോചിക്കട്ടെ. സമാധാനത്തോടെയാണ് അനുരാഗ് പോയത്. പണം കൊടുത്ത് ഗോപിയെങ്കിൽ അവളെ പറഞ്ഞുവിടും. പിറ്റേന്ന് രാവിലെ ഗായത്രി ദേവിയെ കാണാൻ ഗോപിനാഥ് ബംഗ്ലാവിൽ വന്നു. ആ സമയത്ത് അനുരാഗ് അവിടെ ഉണ്ടായിരുന്നില്ല. എന്താ ഗോപി വിശേഷം? ഗായത്രി ദേവി അയാളെ സ്വീകരിച്ച് ഇരുത്തി. മുമ്പ് പലതവണ മിട്ടുമോൻ പലതരം അപകടങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ മോനെ ഞാൻ അതിൽ നിന്നൊക്കെ പണം കൊടുത്തോ ഭീഷണിപ്പെടുത്തിയോ ബലം പ്രയോഗിച്ചോ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഏട്ടത്തി വിഷമിക്കരുതെന്ന് വിചാരിച്ചാണ് അതൊന്നും അറിയിക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉദ്യോഗത്തോടെ ഗായത്രി ദേവി ചോദിച്ചു. 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് പൂജ എന്നൊരു പെൺകുട്ടി മിട്ടുമോനെ സമീപിച്ചിരിക്കുന്നു. എന്തിന്? ഞെട്ടലോടെ ഗായത്രി ദേവി ചോദിച്ചു. വേണ്ട ഏട്ടത്തി, ഞാനത് പണം കൊടുത്ത് മിട്ടുമോനെ സേവ് ചെയ്തോളാം. ഗോപിനാഥ് പോകാനായി എഴുന്നേറ്റു. ഇരിക്കെവിടെ? ഗായത്രി ദേവി ആജ്ഞാപിച്ചു. ഗോപിനാഥ് പെട്ടെന്നിരുന്നു. ഗായത്രി ദേവിയുടെയും ഗോപിനാഥിന്റെയും കണ്ണുകൾ പരസ്പരം കൂട്ടിമുട്ടി. ആ സ്ത്രീയുടെ കണ്ണുകളിൽ നിന്ന് തീ പാറുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. മിട്ടുവിനെ കുറിച്ച് ഗോപി ഇതുവരെ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. കാരണം അവനെ നേർവഴിക്ക് നടത്താനുള്ള അവസരങ്ങൾ നീ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. ഗോപിനാഥ് മിണ്ടിയില്ല. അതുപോട്ടെ, ആരാണ് ഈ പൂജ? ഗായത്രി ദേവി ചോദിച്ചു. എനിക്ക് നേരിട്ട് അറിയില്ല. മിട്ടുമോൻ പറഞ്ഞ അറിവേ ഉള്ളൂ. പ്രസീത എന്ന പെണ്ണിന്റെ കൂട്ടുകാരിയാണ്. ആരാ പ്രസീത? മിട്ടുമോന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു. ഗായത്രി ദേവി അയാളുടെ മുഖത്തേക്ക് ഒന്ന് തറപ്പിച്ചു നോക്കി. അവളുടെ കൂട്ടുകാരി എന്തിനാണ് മിട്ടുവിനോട് 10 ലക്ഷം ആവശ്യപ്പെടുന്നത്? കഴിഞ്ഞതിന്റെ തൊട്ടു മുമ്പുള്ള മാസം 25-ാം തീയതി പ്രസീത മരിച്ചു. അതുകൊണ്ട് അന്ന് രാത്രി അവൾ മിട്ടുമോന്റെ കൂടെ നമ്മുടെ ഹോട്ടലിൽ ഉണ്ടായിരുന്നു. അറിയാതെ ഗായത്രി ദേവി ഒന്ന് ഞെട്ടി. ഗോപി, നീ എന്താണ് ഈ പറയുന്നത്? അവൾ ജാർഖണ്ഡിലെ ഒരു കോളേജിലാണ് പഠിച്ചിരുന്നത്. ഒരു കൂട്ടുകാരിയുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ അവൾ ചേർത്തലയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നാണ് മോൻ അവളെ കൊണ്ടുവന്നത്. ജാർഖണ്ഡിലുള്ള അവളെ അവന് എങ്ങനെയാണ് പരിചയം? ഡിഗ്രിക്ക് ഇവിടെ കോളേജിലാണ് പഠിച്ചത്. അന്നത്തെ പരിചയമാണ്. അവൾ എങ്ങനെയാണ് മരിച്ചത്? വിശ്വാസം വരാതെ ഗായത്രി ദേവി ചോദിച്ചു. അറിയില്ല. വെളുപ്പായപ്പോൾ മോൻ എന്നെ വിളിച്ചു.
ഞാൻ ചെന്നപ്പോഴേക്ക് ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ അവളെ പരിശോധിച്ചപ്പോൾ ജീവനില്ലെന്നാണ് പറഞ്ഞത്. അവള് എങ്ങനെയാണ് മരിച്ചതെന്നാണ് എനിക്കറിയേണ്ടത്. അവരുടെ ശബ്ദം ഉയർന്നു. അറിയില്ലെന്നാണ് മോൻ പറഞ്ഞത്. പുലർച്ചെ ഉണർന്നപ്പോൾ അവൾക്ക് അനക്കമില്ലായിരുന്നു. എന്നിട്ട് അവളുടെ ബോഡി എന്തു ചെയ്തു? കടലിൽ ഒത്തിരി കടലിൽ ഒത്തിരി ഉള്ളിൽ കൊണ്ടുചെന്ന് കളയാൻ ഞാൻ ഏർപ്പാട് ചെയ്തു. അങ്ങനെ അവൾക്ക് ബന്ധുക്കളാരുമില്ലേ? അടുത്ത ബന്ധുക്കളാരും ഇല്ലെന്നാണ് മോൻ പറഞ്ഞത്. ഈ പൂജ ജാർഖണ്ഡിൽ അവളുടെ കൂട്ടുകാരി ആയിരുന്നു. അവൾ മിട്ടുവിനെ കാണാൻ വരുന്ന കാര്യം അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിറകണ്ണുകളോടെ ഗായത്രി ദേവി ഇരുന്നു. മിട്ടുമോനെ കണ്ട് അവൾ സംസാരിച്ചു. അവൾക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. അതാണ് പണം ചോദിച്ചത്. ഇല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുമെന്ന് ഭീഷണി. സാരി തുമ്പുകൊണ്ട് അവർ കണ്ണുകൾ ഒപ്പി. ബോഡി കടലിൽ കളഞ്ഞാലും തിരിച്ചു കരയിൽ വരില്ലേ? വരും. 4-ാം നാൾ വന്നു. തൃക്കുന്നപ്പുഴ കടപ്പുറത്ത്. ശരീരം മീൻ തിന്ന് വികൃതമായിരുന്നു. ലോക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വസ്ത്രത്തിന്റെ അവശിഷ്ടവും എടുത്തു വെച്ചിട്ടുണ്ട്. ഗോപിനാഥ് പറഞ്ഞു. അവളുടെ വീട്ടുകാർ അന്വേഷിച്ചില്ലേ ഇത്ര നാളായിട്ടും? അവൾ നാട്ടിൽ വന്ന കാര്യം ആർക്കും അറിയില്ല, കൂട്ടുകാരിക്കല്ലാതെ. അതാണ് അവൾ അവിടെ നിന്ന് തിരക്കി വന്നത്. അവൾ എങ്ങനെയാണ് മരിച്ചത്? അറിയില്ല. മിട്ടുവിന് എന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ? ചോദിച്ചിട്ട് മിട്ടുമോന് ഒരു ഓർമ്മയുമില്ല. രാത്രിയിൽ ശരിക്ക് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഗായത്രി ദേവി ഒരു നിമിഷം ആലോചിച്ചിരുന്നു. ചോദിച്ച കാശ് കൊടുത്ത് അവളെ മടക്കി അയക്കുന്നതല്ലേ നല്ലത്? അവൾ കംപ്ലൈന്റ് കൊടുത്താൽ ആ നിമിഷം മിട്ടുമോനെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യും. കൊലപാതക കേസിൽ ജാമ്യം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഗോപിനാഥ് പറഞ്ഞു. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. എന്തായാലും ഉടൻ പണം കൊടുക്കണ്ട. ഒരാഴ്ച സമയം വേണമെന്ന് പറയൂ. എനിക്ക് അവനോട് സംസാരിക്കണം. മിട്ടുമോൻ എവിടെ പോയി? രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയതാ. ഗോപി പോയിക്കോളൂ. ഇനി എന്തുണ്ടായാലും എന്നെ അറിയിക്കണം. മനസ്സിലായില്ലേ? ഞാൻ പറയാം. ഗോപിനാഥ് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അയാളുടെ 2 അംഗരക്ഷകരും കാറിനടുത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും മാറി മാറിയാണ് കാർ ഓടിക്കുന്നത്. സുമിത്രേ, ഗായത്രി ദേവി ഉറക്കെ വിളിച്ചു. കാത്തു നിന്നിരുന്നത് പോലെ അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു. വെള്ളം വേണം. വല്ലാത്ത പരവേശം. സുമിത്ര ദയനീയ ഭാവത്തിൽ അവരെ ഒന്ന് നോക്കി. കേട്ടതെല്ലാം ശരിയാവണമെന്നില്ല ഏട്ടത്തി, അവൾ പറഞ്ഞു. തീയില്ലാതെ പുകയുണ്ടാവുമോ സുമിത്രേ? പക്ഷേ എന്റെ മോൻ, അവനിങ്ങനെ വിശ്വസിക്കാൻ വയ്യ. ഗായത്രി ദേവിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. ഞാൻ വെള്ളം കൊണ്ടുവരാം. സുമിത്ര പോയി ഒരു ഗ്ലാസ് നിറയെ തണുത്ത വെള്ളം കൊണ്ടുവന്നു. ഗായത്രി ദേവി അത് വാങ്ങി ഒരു വീർപ്പിൽ വലിച്ചു കുടിച്ചു. മിട്ടുമോനെ മാത്രം കുറ്റം പറയണ്ട, സുമിത്ര പറഞ്ഞു. പിന്നെ ഒത്താശ ചെയ്തു കൊടുക്കാൻ പിന്നിൽ ആളുണ്ടായിട്ടല്ലേ? ഗായത്രി ദേവി ഒന്നും മിണ്ടിയില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ അനുരാഗിന്റെ കാർ മുറ്റത്ത് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. സുമിത്ര ചെന്ന് വാതിൽ തുറന്നു കൊടുത്തു. ഉല്ലാസവതിയായാണ് പല്ലവി കാറിൽ നിന്നിറങ്ങിയത്. പക്ഷേ അനുരാഗിന്റെ മുഖത്ത് ഒട്ടും പ്രസന്നതയില്ലായിരുന്നു. ആന്റി, ഇതാ പ്രസാദം. ഇലച്ചീന്തിലെ ചന്ദനവും പൂവുമായി സുമിത്രയുടെ അടുത്തേക്ക് പല്ലവി ചെന്നു. വേണ്ട മോളെ, ഞാൻ കുളിച്ചതല്ലല്ലോ. എങ്കിൽ പോട്ടെ. അവർ പിന്നെ ഗായത്രി ദേവിയുടെ അടുത്തേക്കാണ് ചെന്നത്. അമ്മ രാവിലെ കുളിച്ചതാണല്ലോ. ഇപ്പോൾ വേണ്ട മോളെ, ഇത് പൂജാമുറിയിൽ വെച്ചിരുന്നാൽ മതി. ശരി അമ്മേ. അവൾ പൂജാമുറിയിലേക്ക് പോയി. അപ്പോഴാണ് അനുരാഗ് കയറി വന്നത്. അവൻ ഗായത്രി ദേവിക്ക് മുഖം കൊടുക്കാതെ സ്റ്റെയർ കേസിന് നേരെ നടന്നു. നിൽക്ക്. പിന്നിൽ നിന്നുള്ള അമ്മയുടെ മൂർച്ചയുള്ള വിളി കേട്ടപ്പോൾ അവൻ പെട്ടെന്ന് നിന്നു. ഗായത്രി ദേവി അവന്റെ അടുത്തേക്ക് ചെന്നു. എന്റെ മുഖത്തേക്ക് നോക്ക്, അവൻ പറഞ്ഞു. അനുരാഗ് മെല്ലെ മുഖം തിരിച്ച് ഗായത്രി ദേവിയെ ഒന്ന് നോക്കി. ആരാണ് പ്രസീത? അവനൊന്ന് ഞെട്ടി. അവൾ എങ്ങനെയാണ് മരിച്ചത്? എനിക്കറിയില്ലമ്മേ. നിനക്കറിയില്ലേ? പിന്നെ ആർക്കാടാ അറിയാവുന്നത്? പറയടാ. ഗായത്രി ദേവി അവനെ തലങ്ങനെയും വിലങ്ങനെയും തല്ലി. ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു അപ്പോൾ അവരുടെ പെരുമാറ്റം. നിന്നെ ഞാൻ ലാളിച്ചു വളർത്തിയത് ഇതിനായിരുന്നോടാ? സകലതും തുലച്ചു കളഞ്ഞില്ലേ നീ? സുമിത്ര ഓടി വന്ന ഗായത്രി ദേവിയെ തടഞ്ഞു. ഏട്ടത്തി, എന്തായി ചെയ്യുന്നേ? വിടൂ. ഇതുവരെ ഒരു ഈർക്കലെടുത്ത് പോലും തല്ലിയിട്ടില്ലാത്ത മിട്ടുമോനെ. അല്ല സുമിത്രേ, ഞാൻ ഇവനെ തല്ലിക്കൊല്ലും. ഇങ്ങനൊരു മോനെ എനിക്ക് വേണ്ട. ബഹളം കേട്ട് പൂജാമുറിയിൽ നിന്ന് പല്ലവി പാഞ്ഞു വന്നു. അമ്മയുടെ അടി മുഴുവൻ ഒന്നും മിണ്ടാതെ ഏറ്റുവാങ്ങുന്ന അനുരാഗിനെ കണ്ട് അവൾ ഞെട്ടി. അമ്മേ, എന്താണമ്മേ ഇത്?
എന്തിനാ അനുവിനെ? അവൾ പാഞ്ഞു ചെന്ന് അമ്മയുടെയും മകന്റെയും ഇടയിൽ കയറി നിന്നു. മാറി നില്ലു മോളെ. ഇവനെ എത്ര തല്ലിയാലും എനിക്ക് തൃപ്തി വരത്തില്ല. മഹാപാപിയെ ഇവൻ, മഹാപാപി. ഒരു വിധത്തിൽ അവനെ പല്ലവി രക്ഷിച്ചെടുത്ത് അവിടെ നിന്ന് കൊണ്ടുപോയി. എന്താ അനു, എന്താണ് സംഭവിച്ചത്? അവൾ വേവലാതിയോടെ അവനോട് ചോദിച്ചു. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഞാനൊരു പാപിയാണ്, മഹാപാപി. ഇടറുന്ന സ്വരത്തിൽ അനുരാഗ് പറഞ്ഞു. അതിനു മാത്രം എന്തു പാപം ചെയ്തു അനു? ഒരുപാട്, ഒരുപാട്. അവന് കരച്ചിൽ വന്നു. വാ, നമുക്ക് റൂമിലേക്ക് പോകാം. അവനെ താങ്ങി പിടിച്ച പല്ലവി സ്റ്റെയർകേസ് കയറി മുകളിലുള്ള അവരുടെ മുറിയിലേക്ക് പോയി. കിടക്കണോ? അവന്റെ തളർച്ച കണ്ട് അവൾ ചോദിച്ചു. അവൾ അവനെ ബെഡിലേക്ക് കിടത്തി. ഗായത്രി ദേവിയുടെ അടികളേറ്റ് അവന്റെ ചുണ്ടുകൾ പൊട്ടിയിരുന്നു. കവിളുകൾ കരിവാളിച്ചിരുന്നു. കഴുത്തിൽ നഖം കൊണ്ട് മുറിവ് പറ്റിയിരുന്നു. അനു, അവൾ വിളിച്ചു. അവൻ കണ്ണുകൾ അടച്ചു കിടന്നതല്ലാതെ ഒന്ന് മൂളുക പോലും ചെയ്തില്ല. ഞാനിപ്പോ വരാം. അവൾ വേഗം മുറിയിൽ നിന്നിറങ്ങി താഴേക്ക് ചെന്നു. എന്താണ് സംഭവിച്ചതെന്ന് അമ്മയോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമല്ലോ. താഴെ ചെന്നപ്പോൾ ഗായത്രി ദേവി അവിടെ ഉണ്ടായിരുന്നില്ല. അവരുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ വാതിൽ അടച്ചിരുന്നു. അമ്മേ, അവൾ കതകിൽ മുട്ടി വിളിച്ചു. പ്രതികരണം ഉണ്ടായില്ല. അമ്മേ, അമ്മേ, അവൾ അല്പം കൂടി ഉറക്കെ വിളിച്ചു. വാതിൽ തുറക്കപ്പെട്ടില്ല. തള്ളി നോക്കിയപ്പോൾ അത് ഉള്ളിൽ നിന്നും പൂട്ടിയിരിക്കുന്നു. അവൾ പിന്നെ സുമിത്രയുടെ അടുത്തേക്കാണ് ചെന്നത്. സുമിത്ര കിച്ചണിൽ ഉണ്ടായിരുന്നു. ആന്റി, അവൾ വന്നതെന്തിനാണെന്ന് സുമിത്രയ്ക്ക് മനസ്സിലായി. കുറച്ചു മുമ്പ് ഗോപി സാർ വന്നിരുന്നു. മോളെ, ദേവി ഏട്ടത്തിയോട് എന്തൊക്കെയോ പറഞ്ഞു. മിട്ടുമോനെ കുറിച്ചാണ്. അത് കേട്ടപ്പോൾ ദേവി ഏട്ടത്തിക്ക് വലിയ വിഷമമായി. അപ്പോഴാ നിങ്ങൾ വന്നത്. ഗോപിയെങ്കിൽ എന്താണ് അമ്മയോട് പറഞ്ഞത്? ഞാൻ ശരിക്ക് കേട്ടില്ല. മോൻ എന്തോ അബദ്ധം കാണിച്ചു എന്ന് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. സുമിത്രയിൽ നിന്ന് കൂടുതലൊന്നും കിട്ടില്ലെന്ന് അവൾക്ക് തോന്നി. ഗോപി എങ്കിളിനോട് ചോദിക്കുക മാത്രമേ നിവർത്തി. താഴത്തെ മുറിയിൽ ആർ.കെ. അസോസിയേറ്റ്സിന്റെ ഒരു ഡയറി വെച്ചിരിക്കുന്നത് കണ്ട ഓർമ്മ വന്നു. അവൾ ചെന്ന് അതെടുത്തു നോക്കി. ഗോപിനാഥിന്റെ നമ്പർ അതിൽ നിന്ന് അവൾക്ക് കിട്ടി. ആ നമ്പറിലേക്ക് അവൾ ലാൻഡ് ഫോണിൽ നിന്ന് വിളിച്ചു. സ്വന്തം മൊബൈലിൽ നിന്ന് വിളിച്ചാൽ അയാൾ കോൾ എടുത്തില്ലെങ്കിലോ? അവൾ പ്രതീക്ഷിച്ചതുപോലെ അയാൾ ഉടൻ ഫോൺ എടുത്തു. ഹലോ അങ്കിൾ, ഇത് ഞാനാ, പല്ലവി. താൻ വിളിക്കുമെന്ന് അയാൾ പ്രതീക്ഷിച്ചു കാണില്ലെന്ന് അയാൾക്ക് തോന്നി. എന്താ മോളെ? അങ്കിൾ വന്നിട്ട് പോയ ശേഷം അനുവിന്റെ അമ്മ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആണ്. അനുവിനെ ശരിക്കും തല്ലുകയും ചെയ്തു. എന്താണ് കാരണം? അത് ഞാൻ ദേവി ഏട്ടത്തിയോട് വിശദമായി പറഞ്ഞിട്ടുണ്ട്. സോറി മോളെ, ഞാനിപ്പോൾ ബിസിയാണ്. പെട്ടെന്ന് കോൾ കട്ടായി. ആ വഴിയും അടഞ്ഞു. അന്നുച്ചയ്ക്ക് സുമിത്ര 3 പേരെയും ഭക്ഷണം കഴിക്കാൻ ചെന്ന് വിളിച്ചെങ്കിലും ആരും ചെന്നില്ല. മുറിയടച്ച് എല്ലാവരും കിടപ്പായിരുന്നു. രാത്രിയിലും ആരും കഴിച്ചില്ല. അമ്മയും മകനും പരസ്പരം കണ്ടതുമില്ല, സംസാരിച്ചതുമില്ല. അനുരാഗിനോട് പല്ലവി സംസാരിക്കാൻ പലവട്ടം ശ്രമിച്ചെങ്കിലും അവൻ മൗനവ്രതത്തിലായിരുന്നു. പിറ്റേന്നും ആരും തമ്മിൽ കാണുകയോ മിണ്ടുകയോ ചെയ്തില്ല. പല്ലവി ഉരുകുന്ന മനസ്സുമായി നടന്നു. അനു, നമുക്കൊരു യാത്ര പോയാലോ? അവൾ അനുരാഗിനോട് ചോദിച്ചു. എങ്ങോട്ട്? രാവിലെ പോയിട്ട് പിറ്റേന്ന് വരുന്ന ദൂരത്തിൽ ഏതെങ്കിലും മതി, അവൾ പറഞ്ഞു. പോകാം. അവൻ സമ്മതിച്ചു. വീട്ടിൽ നിന്നൊന്ന് മാറി നിന്നാൽ മാനസികാവസ്ഥയ്ക്ക് ഒരു അയവ് വരുമെന്ന് അവൾക്ക് തോന്നി. അവൾ ഗായത്രി ദേവിയുടെ അരികിലേക്ക് ചെന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കിടക്കുകയായിരുന്നു അവർ. അമ്മേ, അനുവും ഞാനും കൂടി ഒരു ചെറിയ യാത്ര പോവുകയാണ്, അവൾ പറഞ്ഞു. അവർ ഒന്ന് മൂളി. ചെന്നിട്ട് വിളിക്കാം. 2 ദിവസത്തെ താമസത്തിന് വേണ്ടി. അനുരാഗിന്റെയും അവളുടെയും ഡ്രസ് അവൾ ഒരു ബാഗിൽ എടുത്തു വെച്ചു. കന്യാകുമാരിക്ക് പോയാലോ? അവൾ ചോദിച്ചു. അവൻ മൂളി. റൂം ബുക്ക് ചെയ്യണമല്ലോ, ഏതെങ്കിലും നല്ല ഹോട്ടലിൽ. ഓഫീസിൽ വിളിച്ച് ഞാൻ മദനഗോപാലൻ അങ്കിളിനോട് പറയാം. അത് വേണ്ട, ഞാൻ അച്ഛനോട് പറയാം. അവൾ ബാലകൃഷ്ണൻ നായരെ വിളിച്ച് കന്യാകുമാരി യാത്രയെക്കുറിച്ച് പറഞ്ഞു. അച്ഛാ, അവിടെ ഒരു റൂം വേണം. അത് ഞാൻ അറേഞ്ച് ചെയ്യാം. നിങ്ങൾ യാത്ര തുടങ്ങിക്കോ, അദ്ദേഹം പറഞ്ഞു. പല്ലവി ബാഗ് എടുത്തുകൊണ്ടുവന്ന് കാറിന്റെ ബാക്ക് സീറ്റിൽ വെച്ചു. അനുരാഗ് അപ്പോഴും മൂകനും ദുഃഖിതനുമായിരുന്നു. ഞാൻ ഡ്രൈവ് ചെയ്യട്ടെ? പല്ലവി ചോദിച്ചു. ഇത്രയും ദൂരം പോവണ്ടേ? നമുക്കൊരു ഡ്രൈവറെ വിളിക്കാം, അവൻ പറഞ്ഞു. വേണ്ട, നമുക്ക് പ്രൈവസി കിട്ടില്ല. നമുക്ക് മാറി മാറി ഓടിക്കാം. അനുരാഗ് പിന്നെ എതിർത്തില്ല. പല്ലവിയാണ് കാർ ഡ്രൈവ് ചെയ്തത്. കേരളത്തിന്റെ അതിർത്തി കടന്നപ്പോഴേക്ക് അവന് കുറച്ച് ഉന്മേഷം കിട്ടി. ഇനി ഞാൻ ഓടിക്കാം. അവൾ സ്റ്റിയറിംഗ് വീലിന്റെ പിന്നിൽ നിന്ന് മാറിക്കൊടുത്തു. കന്യാകുമാരിയിൽ ചെന്നപ്പോൾ ഉച്ച കഴിഞ്ഞ് 4 മണി. ഏറ്റവും നല്ല ഹോട്ടലിൽ തന്നെയാണ് റൂം കിട്ടിയത്.
ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ കടലിൽ വിവേകാനന്ദ സ്മാരകവും തിരുവള്ളുവർ പ്രതിമയും കാണാമായിരുന്നു. രാത്രിയിൽ ഭക്ഷണം കഴിഞ്ഞ് പല്ലവിയുടെ മടിയിൽ തലവെച്ച് അനുരാഗ് കിടന്നു. അവൾ അവന്റെ മുടിക്കുള്ളിലൂടെ വിരൽ കടത്തിയിരുന്നു. "ഇനി എന്നോട് പറ, എന്താണ് സംഭവിച്ചത്?" മൃദുസ്വരത്തിൽ അവൾ പറഞ്ഞു. അവൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു കിടന്നു. പിന്നെ പ്രസീതയെക്കുറിച്ച് പറഞ്ഞു. എല്ലാം കേട്ട് അവൾ സ്തബ്ധയായിരുന്നു. "ഞാൻ അവളെ കൊന്നിട്ടില്ല. സത്യമാണ് പറയുന്നത്. ഞാനത് ചെയ്തിട്ടില്ല." അനുരാഗ് ചെറിയ കുട്ടിയെപ്പോലെ കരഞ്ഞു. അവൾ നിലാവ് വീണ കടലിലേക്ക് നോക്കി ഒരു പ്രതിമയെപ്പോലെ ഇരുന്നു. വൈകുന്നേരം 5 മണി കഴിഞ്ഞിട്ടായിരുന്നു കളക്ടറുടെ യാത്രയയപ്പ് സൽക്കാരം. രാഹുലിന്റെ കളക്ടർ വ്യവസായ വകുപ്പ് സെക്രട്ടറിയായി തിരുവനന്തപുരത്തേക്ക് നിയമനം കിട്ടി പോകുന്നു. ചായ സൽക്കാരം നടക്കുമ്പോൾ അദ്ദേഹം രാഹുലിനെ അടുത്തേക്ക് വിളിച്ചു. "എ ഗ്ലാഡ് ന്യൂസ് ഫോർ യു." "എന്താണ് സർ?" "തനിക്ക് ഒരു ട്രാൻസ്ഫർ വേണമെന്ന് കുറേ നാളായി പറയുന്നില്ലേ?" "മനഃപൂർവ്വമാ ഞാനത് ടേക്കപ്പ് ചെയ്യാത്തത്. കാരണം എനിക്ക് തന്നെ ഇവിടെ വേണമായിരുന്നു." അദ്ദേഹം രാഹുലിനെ നോക്കി പുഞ്ചിരിച്ചു. "നൗ ഐ ആം ലീവിംഗ് ദിസ് ഓഫീസ്. അതുകൊണ്ട് തനിക്കും പോകാം. പോസ്റ്റിംഗ് ഓർഡർ നാളെയോ മറ്റന്നാളോ വരും. എന്റെ റെക്കമെൻഡേഷൻ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്." "എവിടേക്കാണ് സർ?" "ദൂരെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിലേക്ക് പോയാൽ കൊള്ളാമെന്നല്ലേ താൻ പറഞ്ഞത്?" "പക്ഷേ അത് മാത്രം നടക്കില്ല. പോസ്റ്റിംഗ് ആലപ്പുഴയിലാണ്." "ആലപ്പുഴ? അവിടെ പല്ലവിയുണ്ട്." "അത് വേണ്ടായിരുന്നു. പക്ഷേ അവിടേക്ക് വിട്ടാൽ പോകാൻ വയ്യ എന്നിനി പറയാൻ വയ്യ." "താങ്ക് യു സർ." പിറ്റേന്ന് രാഹുലിന് ട്രാൻസ്ഫർ ഓർഡർ കിട്ടി, ആലപ്പുഴ കളക്ടറേറ്റിലേക്ക്. അന്ന് വൈകുന്നേരം ഓഫീസിൽ നിന്ന് ചെന്നപ്പോൾ തന്നെ അയാൾ ഗിരിജാകുമാരിയോട് അക്കാര്യം പറഞ്ഞു. ഞെട്ടലോടെ അവർ അയാളെ നോക്കി. "പോയാല് അവിടെ താമസിക്കേണ്ടി വരില്ലേ?" "അല്ലാതെ പറ്റില്ലല്ലോ. 24 മണിക്കൂറും ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിൽ ഉണ്ടായേ പറ്റൂ." "നീ മനഃപൂർവ്വം ചോദിച്ചു വാങ്ങിച്ചതാണോ മോനെ ഈ ട്രാൻസ്ഫർ?" വേദനയോടെ ഗിരിജാകുമാരി ചോദിച്ചു. "ആണെങ്കിൽ തന്നെ എന്നെ കുറ്റം പറയാൻ പറ്റുമോ? ഇതൊരു വീടാണോ? 3 താമസക്കാർ. 3 പേരും പരസ്പരം ഹൃദയം തുറന്ന് സംസാരിക്കാറുണ്ടോ?" "അമ്മയ്ക്ക് അച്ഛനെ പേടി. അച്ഛന് എന്നോട് ദേഷ്യം. എനിക്ക് അച്ഛനോട് പക. എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാ. അമ്മ എന്നോട് ക്ഷമിക്കണം." "ആഴ്ചയിലൊരിക്കൽ നീ വരില്ലേ മോനെ?" "വരും. അക്കാര്യത്തിൽ അമ്മ വേവലാതിപ്പെടരുത്." പിറ്റേന്ന് രാവിലെയാണ് പ്രൊഫസർ ശിവദാസിനോട് രാഹുൽ ഇക്കാര്യം പറഞ്ഞത്. "എനിക്ക് ആലപ്പുഴയ്ക്ക് ട്രാൻസ്ഫറായി. ഇന്ന് തന്നെ പോയി ജോയിൻ ചെയ്യണം." ശിവദാസ് ഒന്ന് മൂളി. കൂടുതൽ ചോദ്യവും പറച്ചിലും ഉണ്ടായില്ല. അന്ന് തന്നെ രാഹുൽ ആലപ്പുഴയ്ക്ക് പുറപ്പെട്ടു. പല്ലവി അവിടെ ഉണ്ടെന്ന് കരുതി ആലപ്പുഴയെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറുപ്പക്കാരിയും സമർത്ഥയുമായ സ്ത്രീയായിരുന്നു ആലപ്പുഴ കളക്ടർ. കൊല്ലം ഹോം ഡിസ്ട്രിക്റ്റ് ആയിരുന്നല്ലോ. പിന്നെന്താ അവിടുന്ന് പോകണമെന്ന് തോന്നിയത്? ചാർജ് എടുക്കാൻ ചെന്നപ്പോൾ പുഞ്ചിരിയോടെ കളക്ടർ ചോദിച്ചു. "ചില പേഴ്സണൽ പ്രിഫറൻസസ്." പുഞ്ചിരിയോടെ രാഹുൽ പറഞ്ഞു. "ഐ ആം ഹാപ്പി യു കെയിം ഹിയർ." AJ സാർ നല്ല റിപ്പോർട്ടാണ് രാഹുലിനെ കുറിച്ച് തന്നത്. "കുറേ ചലഞ്ചസ് ഉണ്ട്. നെവർ മൈൻഡ്, നമുക്കത് ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഹാർട്ടി വെൽക്കം." കളക്ടർ പറഞ്ഞു. "താങ്ക് യു മാഡം." താമസിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കുക എന്നതായിരുന്നു അടുത്ത പ്രശ്നം. ഓഫീസിലെ സൂപ്രണ്ട് അതിനും വഴി കണ്ടെത്തി. അദ്ദേഹത്തിന്റെ ഏർപ്പാടിൽ ശവക്കോട്ട പാലത്തിന്റെ അടുത്ത് ഒരു ഇടത്തരം വാടക വീട് കിട്ടി. രാത്രിയിൽ അയാൾ ഗിരിജാകുമാരിയെ വിളിച്ചു. "അമ്മേ, കുഴപ്പമൊന്നുമില്ല. നല്ല ഓഫീസാണ്. താമസിക്കാൻ ഒരു വീടും കിട്ടി. പക്ഷേ ആഹാരമൊക്കെ തൽക്കാലം പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് ചെയ്യാം." ഓഫീസിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ടൗണിലൂടെ മറ്റാവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോഴും അറിയാതെ രാഹുലിന്റെ കണ്ണുകൾ ഒരു മുഖത്തിനു വേണ്ടി പരതി. പക്ഷേ കണ്ടതേയില്ല. പിറ്റേന്ന് വൈകുന്നേരം ജോലി തിരക്ക് കുറവായതിനാൽ 4-5 ഷർട്ട് വാങ്ങാമെന്ന് കരുതി അയാൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയി. നല്ല തിരക്കുണ്ടായിരുന്നു കടയിൽ. 40 സൈസിന്റെ ഫുൾ സ്ലീവ് ഷർട്ട് തിരഞ്ഞു നിൽക്കുമ്പോഴാണ് ആരോ അടുത്ത് വന്ന് നിൽക്കുന്നത് പോലെ അയാൾക്ക് തോന്നിയത്. മുഖം തിരിച്ചു നോക്കിയപ്പോൾ പല്ലവിയും ഒരു ചെറുപ്പക്കാരനും. കൂടെയുള്ളത് അനുരാഗാണെന്ന് അയാൾ ഊഹിച്ചു. "രാഹുലേട്ടാ, സർപ്രൈസ് ആയിരിക്കുന്നല്ലോ." അവൾ സന്തോഷത്തോടെ പറഞ്ഞു. "എനിക്ക് ഇവിടേക്ക് ട്രാൻസ്ഫർ ആയിരിക്കുന്നു. ഇന്നാണ് ജോയിൻ ചെയ്തത്." അത്ഭുതം വിടാതെ അയാൾ പറഞ്ഞു. "ഇത് അനുരാഗ്." അവൾ പരിചയപ്പെടുത്തി. അനുരാഗും രാഹുലും കൈ പിടിച്ചു കുലുക്കി. "പല്ലവിയാണ് രാഹുലാണെന്ന് തോന്നുന്നു ഷർട്ട് സെലക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത്." "ഞാൻ പറഞ്ഞു പോയി നോക്കാമെന്ന്." സൗഹൃദത്തോടെ അനുരാഗ് പറഞ്ഞു. അവർ അല്പനേരം വിശേഷങ്ങൾ കൈമാറി. "ഒരു ദിവസം വീട്ടിലേക്ക് വരണം." അനുരാഗ് ക്ഷണിച്ചു. "വരാം." രാഹുൽ സമ്മതിച്ചു. "ശരി രാഹുലേട്ടാ, കാണാം." പല്ലവി പറഞ്ഞു.
അവർ രണ്ടുപേരും പോകുന്നത് നോക്കി ഒരു നിമിഷം രാഹുൽ നിന്നു. നല്ല ജോഡികൾ, അയാൾ മനസ്സിൽ പറഞ്ഞു. അവൾ സന്തോഷവതിയായിരിക്കട്ടെ, അതാണ് പ്രധാനം. ഒരു നെടുവീർപ്പോടെ അയാൾ ഷർട്ടുകൾ തിരയാൻ തുടങ്ങി. പൂജ മൊബൈൽ എടുത്ത് നോക്കി. അനുരാഗിന്റെ ഒരു മെസ്സേജും വന്നിട്ടില്ല. പണം തരാൻ 4-5 ദിവസത്തെ സമയം വേണമെന്ന് 2 ദിവസം മുമ്പ് ഒരു മെസ്സേജ് വന്നിരുന്നു. പിന്നെ വിവരമൊന്നുമില്ല. പുറത്തു പോയി ഒന്ന് ചുറ്റിയടിച്ചിട്ട് വരാം. റൂമിൽ തന്നെ ഇരിക്കുന്നത് മഹാബോറാണ്. ബാഗ് തുറന്നു വെച്ച് അവൾ ഡ്രസ് തിരയുമ്പോഴാണ് മൊബൈൽ ബെല്ലടിച്ചത്. എടുത്തു നോക്കിയപ്പോൾ അനുരാഗ്. ഹലോ സ്വപ്നസുന്ദര. അവൾ പ്രേമപരവശിയെ പോലെ കോൾ എടുത്തു. പൂജ എവിടെയുണ്ട് ഇപ്പോൾ? ഞാൻ ഇവിടെ തന്നെയുണ്ട്. വേറെ എങ്ങോട്ട് പോകാൻ? അതല്ല, റൂമിലുണ്ടോ അതോ വെളിയിൽ പോയിരിക്കുകയാണോ എന്നറിയാൻ ചോദിച്ചതാണ്. അവൻ പറഞ്ഞു, ഇപ്പോൾ റൂമിലുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകും. നമുക്കൊന്ന് കണ്ടാലോ? കുറച്ചു നേരം അനുരാഗിന്റെ മുമ്പിൽ ഇരിക്കുന്നത് തന്നെ ഒരു സുഖമാണ്. ഞാനിപ്പോൾ ബിസിയാണല്ലോ. ശരി, നാളെ മതി. ഞാൻ ചോദിച്ച ക്യാഷ് 2 ദിവസത്തിനകം തരാം. പിന്നൊരാഗ്രഹം കൂടിയുണ്ട്, ഗുരുവായൂർ യാത്ര. അതും വേണം, അവൾ പറഞ്ഞു. നോക്കട്ടെ. വാതിൽ ആരോ അപ്പോൾ മുട്ടി. ശരി, പിന്നെ വിളിക്കാം. കോൾ കട്ട് ചെയ്തിട്ട് അവൾ ചെന്ന് വാതിൽ തുറന്നു. കൊച്ചിനെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു, ശാരദ പറഞ്ഞു. ആരായിരിക്കും? പൂജ താഴേക്ക് ഇറങ്ങിച്ചെന്നു. സ്വീകരണ മുറിയിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ആളിനെ മനസ്സിലായില്ല. എൻ്റെ പേര് പല്ലവി, അനുരാഗിന്റെ വൈഫാണ്. അവൾ മെല്ലെ എഴുന്നേറ്റു. പൂജ ഞെട്ടലോടെ നിന്നു. അടുത്ത ഭാഗം നാളെ.